പടത്തിന്റെ ഓപ്പണിംഗ് സീനില് ഒരണ്ണാൻ ഇപ്പൊ ഒറോച്ചിമാറുവിന്റെ ഹൈഡൌട്ടിലേക്ക് അങ്ങനെ കയറി ചെന്ന് ഇപ്പൊ കൂളായിട്ട് പുറത്തേക്ക് വരും. അപ്പൊ അതേസമയം ഒറോച്ചിമാറു അവൻ ഒരുപാട് രക്തം ഛർദ്ദിച്ച് അങ്ങനെ കിടക്കാണ്. അപ്പൊ അവന്റെ കൂടെ തന്നെ ഇപ്പൊ കബൂട്ടോ ആവട്ടെ അവൻ ആവശ്യമായിട്ടുള്ള മെഡിസിൻസ് അത് കൊടുത്തുകൊണ്ടേയിരിക്കും. കബൂട്ടോ ചിന്തിക്കും, ഇന്നേക്ക് 3 വർഷമായി ആ ഒരു ചുനിയൻ എക്സാം അത് കഴിഞ്ഞിട്ട്. അപ്പൊ കബൂട്ടോ അവനൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഒറോച്ചിമാറു അവൻ ആദ്യമായിട്ട് സാസുകയെ കണ്ട് അവന്റെ കഴുത്തില് ആ ഒരു ശാപക്കുറി ഇട്ട കാര്യം അങ്ങനെ ഒന്നൊന്നായിട്ട് അവൻ ആലോചിച്ചുകൊണ്ടിരിക്കും. കട്ട് ചെയ്താ ഇപ്പൊ ഒറോച്ചിമാറു പറയും, സാസുക അവൻ ചെറുപ്പത്തിൽ ആദ്യമായിട്ട് എന്നെ കണ്ടപ്പോഴാണ് അവന്റെ ശരീരം കണ്ണ് അത് എന്റെ നേർക്ക് പ്രയോഗിച്ചത്. പക്ഷെ അവൻ കുഞ്ഞായതുകൊണ്ട് അവന് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇപ്പൊ അവൻ ഒരുപാട് ട്രെയിനിങ് എടുത്ത് അവന്റെ കഴിവ് അത് 10 മടങ്ങാക്കിയിരിക്കുകയാണ്. ഇങ്ങനെ പോവാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ ഹിറ്റാച്ചിക്ക് മുകളിലെത്തുമെന്ന് ഇപ്പൊ ഒറോച്ചിമാറു പറയും. പിന്നീട് ഒറോച്ചിമാറു അവൻ ആങ്കോയെ മീറ്റ് ചെയ്ത കാര്യം ഇപ്പൊ കബൂട്ടോയോട് പറയും. പിന്നീട് ചുനിയൻ എക്സാമിന്റെ ടൈമില് സാസുക അവന്റെ ഓപ്പണന്റുമായിട്ട് ഫൈറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവന്റെ ഓപ്പണന്റ് സാസുകയുടെ ചക്ര പവർ അത് മുഴുവനായിട്ട് അബ്സോർബ് ചെയ്തു. അപ്പൊ അടുത്തതായിട്ട് എന്റെ കേഴ്സ് മാർക്കിന്റെ പവർ അതാണ് പുറത്തേക്ക് വരേണ്ടത്. അത് പതിയെ പുറത്തേക്ക് വന്നപ്പോ തന്നെ സാസുക അവനത് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്ത് അവന്റെ ഓപ്പണന്റുമായിട്ട് വീണ്ടും ഈസി ആയിട്ട് ഫൈറ്റ് ചെയ്തു. അപ്പം മുതൽക്കേ ഒറോച്ചിമാറുവിന് സാസുകയുടെ പവർ അത് കറക്റ്റ് ആയിട്ട് അറിയാം. അപ്പൊ കബൂട്ടോ പറയും, അന്ന് മാസ്റ്റർ അവനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നില്ല. അവൻ കുറച്ചുകൂടെ മെച്ചോർഡ് ആവാൻ വേണ്ടി അവന് വേണ്ടി കാത്തിരുന്നു. പിന്നീട് അതിനുശേഷം സാസുകയുടെ വളർച്ച അതൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. പിന്നീട് അവൻ ചിത്തോറി പവർ പോലും യൂസ് ചെയ്യാനായിട്ട് പഠിച്ചു. ആ പവർ ഉപയോഗിച്ച് കസികക്കായിരുന്ന ഗാറെ പോലും അവൻ അടിച്ചു തോൽപ്പിച്ചു. അതിന് ഒറോച്ചിമാറു പറയും, എനിക്ക് ഇതിനു മുൻപ് സാസുകയുടെ പവർ അത് അബ്സോർബ് ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷെ അപ്പോഴത്തേക്കും ആ തേർഡ് ഹൊക്കാകെ അവൻ എന്റെ കൈ അത് വെട്ടിയെറിഞ്ഞു. ആ കിളവൻ കാരണമാണ് 3 വർഷം എനിക്ക് നഷ്ടപ്പെട്ടു പോയത്. പക്ഷെ ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്. ഞാൻ എന്റെ എക്സ്പെരിമെന്റിന്റെ അതിന്റെ ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. സാസുകയുടെ ബോഡി അതെനിക്കാണെന്ന് പറഞ്ഞ് അവനിപ്പൊ ചിരിക്കും. കട്ട് ചെയ്താ ഇപ്പൊ ലീഫ് വില്ലേജില് ഹൊക്കാകെ ആകെ ദേഷ്യപ്പെട്ട് കലി കയറി ഇപ്പൊ അൻപു ബ്ലാക്ക് ഓപ്സിനെ ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 4 അൻപു ബ്ലാക്ക് ഓപ്സിനെ ആ നദിയുടെ തീരത്തേക്ക് അയച്ചിട്ട് ഇതുവരെ യാതൊരു റിപ്പോർട്ടും കിട്ടിയിട്ടില്ല. അവരവിടെ എന്ത് ചെയ്യാണ്? ആ 3 ടൈല് അതിപ്പോഴും അവിടെ ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ഞാനിനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് അവള് വീണ്ടും ഇപ്പൊ റേസ് ആവും. ഹൊക്കാകെ ഉടനെ അടുത്തൊരു ടീമിനെ അവിടേക്ക് അയക്കാൻ പറയും. കട്ട് ചെയ്ത ഒറോച്ചിമാറു വീണ്ടും ഹിറ്റാച്ചിയും ഒറോച്ചിമാറും അക്കാസ്കി ഗ്രൂപ്പിലുണ്ടായിരുന്ന ആ ഒരു കാലഘട്ടം ആലോചിക്കും. ഇപ്പൊ ഹിറ്റാച്ചി അവൻ മുൻപേ നടക്കുമ്പോ ഒറോച്ചിമാറു ആവട്ടെ അവന്റെ സ്നേഹിക്കിനെ വെച്ച് ഇപ്പൊ ഹിറ്റാച്ചി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. കട്ട് ചെയ്ത പ്രസന്റിൽ ഒറോച്ചിമാറു ആവട്ടെ അവൻ വീണ്ടും ബ്ലഡ് ഛർദ്ദിക്കാൻ തുടങ്ങും. അവൻ ഛർദ്ദിക്കുന്ന കണ്ട് ഇപ്പൊ കബൂട്ടോ അവൻ ടെൻഷനായിട്ട് വീണ്ടും അവൻ ഓരോ മെഡിസിൻസായി ഇപ്പൊ കൊടുത്തുകൊണ്ടേയിരിക്കും. അതിന് ഒറോച്ചിമാറു പറയും, കുഴപ്പമില്ല, സാസുകയുടെ ബോഡി അത് കിട്ടിക്കഴിഞ്ഞ എന്റെ ഹെൽത്ത് ഇഷ്യൂസ് അത് പെർമനന്റ് ആയിട്ട് എനിക്കില്ലാതാവും. അപ്പൊ കബൂട്ടോ പറയും, ഞാൻ നെക്സ്റ്റ് ലെവൽ മെഡിസിൻസ് അതുണ്ടാക്കിയിട്ട് ഉടനെ വരാം. അപ്പൊ കബൂട്ടോ ഇവൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവന്റെ ലിമിറ്റ് കഴിഞ്ഞ് എന്തെങ്കിലും സംഭവിക്കും. പക്ഷേ എനിക്ക് ഇവനോട് ഒരുപാട് റെസ്പെക്ട് ഉണ്ട്. കാരണം തേർഡ് ഹൊക്കാഗെ പോലും വളരെ എളുപ്പത്തില് ഇവൻ കൊന്നു തള്ളി. ലീഫ് വില്ലേജിനെ പോലും ഒറ്റയ്ക്ക് തകർക്കാനായിട്ട് ചങ്കൂറ്റം കാണിച്ചവൻ. 2 സെനിയൻസുമായിട്ട് ഫൈറ്റ് ചെയ്ത് ഈസി ആയിട്ട് ജയിച്ചവൻ. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് ഏറെ ഇഷ്ടവും ബഹുമാനവും. ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച പോലെ ആ 5 നേഷൻസും അത് നിങ്ങളുടേതായി മാറും. ഇനിയും കുറച്ച് സമയത്തിനുള്ളില് നിനക്ക് സാസുകയുടെ ബോഡി അത് അബ്സോർബ് ചെയ്യാൻ കഴിയും. അത് കഴിഞ്ഞാ നിന്നെ തോൽപ്പിക്കാനായിട്ട് ആരെ കൊണ്ടും കഴിയില്ല. കട്ട് ചെയ്താ ഇപ്പൊ സാസുക അവൻ കണ്ണടച്ച് ഒരു ധ്യാനത്തിലാണ്. അവനിപ്പോ ഹിറ്റാച്ചിയെ അവന്റെ മൈൻഡിൽ ഇമാജിൻ ചെയ്യും. എന്നിട്ട് ഒരുപാട് കത്തികൾ എടുത്ത് അവനിപ്പോ അറഞ്ചം ഹിറ്റാച്ചിക്ക് നേരെ വലിച്ചെറിയും. അവസാനമായിട്ട് ചിത്തോരി സ്ട്രീം അതുപയോഗിച്ച് അവിടെ മുഴുവൻ ഇപ്പോ അവൻ അടിച്ച് നശിപ്പിക്കും. സാസുക അവൻ പതിയെ കണ്ണു തുറക്കുമ്പോ അവന്റെ തൊട്ട് മുൻപില് ഇപ്പൊ ഹിറ്റാച്ചി നിൽക്കുന്നതായിട്ട് അവന് തോന്നും. അവനൊരു കത്തിയെടുത്ത് ഇപ്പൊ അതിനെയും വെട്ടി അങ്ങോട്ട് തെറിപ്പിക്കും. കട്ട് ചെയ്താ ഇപ്പൊ അസിസ്റ്റന്റ് ചേച്ചി അവൾ ഹൊക്കാഗെയോട് പറയും, നമ്മൾ അയച്ച 4 അൻപു ബ്ലാക്ക് ഓപ്സിനെയും അവിടെ കാണാനില്ല. മാത്രമല്ല ആ ഒരു 3 ടൈല് അതും ഇപ്പൊ മിസ്സിംഗ് ആണ്. ഇതിനെല്ലാം കാരണക്കാരി അത് ഞാനാണ്. എന്നെ കൊണ്ട് അതിന് സീൽ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പൊ ഹൊക്കാഗെ അവള് പതിയെ എഴുന്നേറ്റ് ആ വിൻഡോയുടെ അടുത്ത് പോയിട്ട് ഇപ്പൊ ആലോചിക്കും, എന്റെ സംശയം ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ പിറകില് ആ ഒരു അക്കാസ്കി മെമ്പേഴ്സ് ആയിരിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ ഒറോച്ചിമാറുവിന്റെ ഹൈഡ് ഔട്ടില് അതിന്റെ തൊട്ടടുത്തായി ഒരു കീരി ആവട്ടെ
അതിന്റെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുത്ത് ഇപ്പൊ പുറത്തേക്ക് പോകും. അപ്പൊ അതേ സമയത്ത് ഒറോച്ചിമാറുവിന്റെ പാമ്പ് ആ ഒരു കീരി കുഞ്ഞുങ്ങളെ കണ്ട് അതിനെ ഒന്നൊന്നായിട്ട് തിന്നാനായിട്ട് ആരംഭിക്കും. അപ്പൊ ഇവിടെ ഒറോച്ചിമാറു അവൻ വീണ്ടും ഒരുപാട് ബ്ലഡ് ഛർദ്ദിക്കുമ്പോ അവനെ തന്നെ കൺട്രോൾ ചെയ്ത് തീർച്ചയായിട്ടും അല്പസമയത്തിനുള്ളില് സാസുകയുടെ ബോഡി അത് ഞാൻ സ്വന്തമാക്കൂന്ന് പറയും. അവൻ പതിയെ അവന്റെ കൈ ഉയർത്തി വെക്കാൻ നേരം ഇപ്പൊ ഒരു ലൈറ്റ്നിങ് ജിപ്സു അവന്റെ ബോഡിയിലേക്ക് ശക്തമായിട്ട് ആഞ്ഞടിക്കും. ഇതാരാണ് ഈ ടൈമില് ലൈറ്റ്നിങ് ജിപ്സു അതെന്റെ നേർക്ക് ഉപയോഗിക്കുന്നെന്ന് പറഞ്ഞ് ഒറോച്ചിമാറു ദേഷ്യപ്പെടും. അപ്പൊ ആ ഒരു സമയത്ത് സാസുക ആ ഒരു വാതില് തകർത്ത് ഇപ്പൊ അകത്തേക്ക് വരും. അവൻ ഒറോച്ചിമാറുവിനോട് പറയും, ഞാൻ എന്റെ പ്രാക്ടീസ് അത് കംപ്ലീറ്റ് ആക്കി. ഇനി ഞാൻ ട്രെയിൻ ചെയ്യാൻ ഒരു ജിപ്സു ഇനി ബാക്കിയില്ല. ഇന്ന് നിന്റെ അന്ത്യമാണ്. നിന്നെ കൊന്നിട്ട് വേണം എനിക്ക് തിരികെ പോവാൻ. അപ്പൊ സാസുക അവന്റെ കേഴ്സ് മാർക്കിന്റെ പവർ അത് പതിയെ പുറത്തെടുക്കും. അവൻ പറയും, നീ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ഹാർട്ട്ലെസ് ആണ്. അപ്പോഴായിരിക്കും ഒറോച്ചിമാറു അവൻ ഫ്ലാഷ് ബാക്കിൽ പറഞ്ഞ കാര്യം അത് ആലോചിക്കുക. നീ എല്ലാവരെയും തല്ലിക്കൊല്ലണം. അതിന് സാസുക പറയും, എനിക്ക് കൊല്ലേണ്ടത് ഒരേ ഒരാളെ മാത്രമാണ്. അതിന് ഒറോച്ചിമാറു, നീ ഹാർട്ട്ലെസ് ആയെങ്കിലും മാത്രമേ അവനെ കൊല്ലാനായിട്ട് ആയുധം ഉയർത്തുമ്പോ നിന്റെ കൈ അത് വിറയ്ക്കാതിരിക്കൂ. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ ഒരു ചിത്തോറി സ്ട്രീം അത് ഒരുപാട് പവറില് ഒറോച്ചിമാറുവിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ കാക്കാഷി പറയും, ഞാനിപ്പോ ട്രെയിനിങ് എടുത്ത് എനിക്ക് ഒരുപാട് പവർ ഉണ്ട്. തീർച്ചയായിട്ടും നിന്നെ ഞാൻ കൊന്നുകളയും. എനിക്ക് ഒരു പേടിയില്ല. നീ ആദ്യമായിട്ട് ആ ശാപക്കുറി ഉപയോഗിച്ച് എന്നെ ഇവിടെ വരെ എത്തിച്ചു. നിന്റെ ശിങ്കിടികളെ ഉപയോഗിച്ച് എന്റെ റിവെഞ്ചിനെ മുതലെടുത്ത് നീ എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തി. നിനക്ക് ആവശ്യം എന്റെ ബോഡിയല്ലേ? അതൊരിക്കലും നിനക്ക് കിട്ടാൻ പോകുന്നില്ല. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും കാത്തിരുന്നത്. നിനക്ക് ആവശ്യം എന്റെ ശരീരം കണ്ണുകളല്ലേ? ആദ്യം നീ ഹിറ്റാച്ചി ഉപയോഗിച്ച് നിന്റെ എക്സ്പെരിമെന്റ് നടത്താൻ പ്ലാൻ ഇട്ടു. അത് നടക്കാതെ വന്നപ്പോ ഒടുവിൽ നീ എന്നെ കണ്ടെത്തി. നിന്റെ പവർ അത് വെറും ഓർഡിനറി ആണ്. ഒരിക്കലും ഉച്ചിഹ ക്ലാനിലുള്ള ഞങ്ങളുടെ 7 അയലത്ത് നിന്നെ കൊണ്ട് വരാനാവില്ല. ഞാൻ കണ്ടതിൽ വെച്ച് ഞാൻ ഏറ്റവും വെറുത്ത മനുഷ്യൻ അത് നീയാണ്. നീ ഒരുപാട് പേരെ കൊന്ന് അവരുടെ ശരീരം ഉപയോഗിച്ച് ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്തു. നിന്റെ കേഴ്സ് മാർക്ക് ഉപയോഗിച്ച് ഒരുപാട് പേരെ നീ വേദന എടുപ്പിച്ച് കൊന്നുകളഞ്ഞു. ബാക്കിയുണ്ടായിരുന്ന എല്ലാവരെയും നീ അടിമകളാക്കി മാറ്റി കാലങ്ങളോളം ഉപയോഗിച്ചു. നീ ഇത്രയും കാലം ജീവിച്ചത് അത് നിന്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി മാത്രമാണ്. അതിനുവേണ്ടി ഒരുപാട് പേരെ നീ നരകയാതന അനുഭവിപ്പിച്ചു. നീയും അവനെ പോലെ തന്നെയാണ് എന്റെ ചേട്ടൻ ഹിറ്റാച്ചി. അവനും അവന്റെ സന്തോഷത്തിനു വേണ്ടി മാത്രമാണ് അതെല്ലാം ചെയ്തത്. സ്വന്തം മാതാപിതാക്കളെ പോലും അവൻ വെട്ടിയെറിഞ്ഞത്. അതുകൊണ്ട് ഉറപ്പായിട്ടും അവനെ പോലെ തന്നെ നീയും മരിക്കേണ്ടവനാണെന്ന് പറഞ്ഞ് സാസുക അവന്റെ ലൈറ്റ്നിങ് ജിപ്സു അത് ഒറോച്ചിമാറുവിന്റെ വായിലേക്ക് ഇപ്പൊ തള്ളി അങ്ങോട്ട് കയറ്റും. അപ്പൊ അവന്റെ തൊട്ടു പുറകില് ഇപ്പൊ ഒറോച്ചിമാറു ഒരു വെള്ള പാമ്പിന്റെ രൂപത്തില് അങ്ങനെ വന്നു നിൽക്കും. അപ്പൊ അത് കണ്ട് സാസുക, അപ്പൊ ഇതാണ് നിന്റെ ഒറിജിനൽ രൂപം. നീ ബോഡി ടു ബോഡിയിലേക്ക് മാറുന്നത് ഈ ഒരു പാമ്പിന്റെ പവറിലാണെന്നും എനിക്കറിയാം. അതിന് ഒറോച്ചിമാറു നിലവിളിച്ച് പറയും, നിന്റെ ബോഡി അതിനു വേണ്ടിയാണ് ഇത്രയും കാലവും ഞാൻ കാത്തിരുന്നത്. അതെനിക്ക് താ എന്ന് അലറിക്കരഞ്ഞ് അവനിപ്പോ അവന്റെ ഒരുപാട് പാമ്പുകളെ സാസുകയ്ക്ക് നേരെ തെറിപ്പിച്ചു വിടും. ആ പാമ്പുകള് ഇപ്പൊ മുഴുവനായിട്ടും സാസുകയെ റൗണ്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ സാസുക അവനവന്റെ സെക്കൻഡ് കേഴ്സ് മാർക്ക് ഓപ്പൺ ചെയ്ത് ആ ഒരു പവറില് ആ പാമ്പുകളെല്ലാം തന്നെ തകർത്തെറിയും. അപ്പൊ അതേ സമയത്ത് പുറത്ത് കേരിക്കുഞ്ഞുങ്ങളെ തിന്നോണ്ടിരുന്ന ആ ഒരു പാമ്പിനെ ഇപ്പൊ ഒരു പരുന്ത് റാഞ്ചി എടുത്ത് അവിടുന്ന് പറന്നു പോവും. ഇവിടെ എല്ലാം നഷ്ടപ്പെട്ട ഒറോച്ചിമാറു അവൻ ഒരുപാട് കലിപ്പില് സാസുകയുടെ അടുത്തേക്ക് പാഞ്ഞടുക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു.